ഒന്ന് നിൽക്കണം. ഞാൻ ചെയർമാനായിട്ട് പഠിക്കുന്ന ഈ കോളേജിൽ നീ എവനെ എന്തിനാണ് പുറത്താക്കിയത്? എടാ അവന്റെ മൂക്കിനെ താഴെ ഇരിക്കുന്ന ആ മീശയും താടി എടുത്തിട്ട് വരാൻ 1000 തവണ ഞാൻ പറഞ്ഞു, കേട്ടില്ല. കോളേജ് താടി മീശയൊക്കെ ആണുങ്ങൾക്ക് വരുന്നതാണ്. സാറിന് താടി മീശയില്ലേ? പക്ഷേ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു പയ്യൻ ഇത്രയും വേണ്ട. സാറിന്റെ മുഖത്ത് 2 പരിചയം ഒട്ടിച്ചു വെച്ചാൽ വലിയ മീശ ഇരിക്കുന്നല്ലോ. ഞാൻ ഈ കോളേജിന്റെ ചെയർമാനാണ്. അജി, നീ മാറുന്നില്ലേ? നിനക്കെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നീ ഒറ്റയ്ക്ക് വരണം, അല്ലാതെ ഈ മുട്ടക്കോസ് തലേനെ വിളിച്ചോണ്ട് വരരുത്, കേട്ടാ? അണ്ണാ, അങ്ങേരത് പറഞ്ഞപ്പോ എന്റെ മീശയെന്ന് ഓൺ ദ സ്പോട്ടില്ല 4 രോമം പൊഴിഞ്ഞു പോയത്. ഊരി തരാൻ പറ്റുന്നായിരുന്നെങ്കിൽ ഞാൻ ഊരി തന്നേനെ കുറച്ച് മീശ താടിയാന്ന് പറഞ്ഞു. അണ്ണ കൊച്ചിലെ മഞ്ഞൾ തേക്കുമായിരുന്നു അണ്ണ. ഇനി ഏതെങ്കിലും ഒരുത്ത എന്റെ ഭയങ്കര വിഷമത്തിലാണ്. ഈ വിഷയം മാറ്റാം. അജിലെ, ഇന്നാണ് നിന്നെ പൂജ കെ ബാബു കാണാൻ വരാന്ന് പറഞ്ഞ ദിവസം, മറന്നാ നീ? അയ്യോ എടാ, അവള് ഇന്നാണ്ടാ എന്നെ ആദ്യമായിട്ട് കാണാൻ വരുന്നത്. അതല്ലേ പറഞ്ഞ പോയി കാണണം നീ. എടാ, നിനക്ക് അവളെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ അറിയാവുന്നല്ലേ? മീശക്കാരി എന്നാണ് അവൾ ഇട്ടേക്കുന്നത്. അതെന്നാ ചേച്ചിക്ക് മീശ ഉണ്ടാ? അനിയ, നീ ഒന്ന് മിണ്ടായിരി. എടാ, അവൾക്ക് അത്രക്ക് ഇഷ്ടമാണ് മീശ. ഞാൻ അവളടുത്ത് പറഞ്ഞു പോയി എനിക്ക് ഉമ്മ പോലും വെക്കാൻ പറ്റാത്തത്ര മീശയാണെന്ന്. അതിനൊരു വഴിയുണ്ട്. പൂജ കെ ബാബു, നമ്മളെ ആദ്യമായിട്ടല്ലേ കാണുന്ന, ഒരു പാട്ട് പാടി തരൂ. തുള്ളി 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 മഴയായി വന്നവനെ. മഴ പെയ്യൂ? മഴയൊന്നും പെയ്യൂല, കൈ താത്തിട്ട് കള്ളൻ. അങ്ങനെ എങ്ങനെയാണ് ഈ പെണ്ണെ കിട്ടിയത്? ഡൗട്ട് ചോദിച്ചോട്ടെ, ചേട്ടന്റെ മീശ എന്തിങ്ങനെ ഇരിക്കുന്ന? അത് മീശ പണ്ട് ഈ വാപ്പ സ്കെയിൽ വെച്ച് അളന്നായിരുന്നു വെട്ടുന്നത്. അയ്യോ, അങ്ങനെയൊക്കെ വിട്ട് ഇങ്ങനെ വരുമോ? താഴെ എന്നത് സർപ്പോ? മീശയാണ് ഈ മുഖത്തെ പൗരുഷം. ഞാൻ മീശയിലൊന്ന് തൊട്ടോട്ടെ? തൊട്ട കളിയൊന്നും വേണ്ട. വേണ്ടേ? ഒരു ഉമ്മ എന്നാല ഇപ്പഴാ? നിനക്ക് മീശ പോന്ന ഇക്കട പകുതി മീശ എന്ത്? പകുതി മീശ അത് ചില സമയത്ത് അകത്തോട്ട് പോകും. അവന്റെ വാപ്പയുടെ സ്കെയിലിട്ടുള്ള മീശ. പൂജ കെ ബാബു, പൂജ കെ ബാബു.